സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നും വേദനയോടെ ഓർക്കുന്ന സംഭവമാണ് പുൽവാമ ഭീകരാക്രമണം. ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കെതിരായ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നായ പുൽവാമ ആക്രമണത്തിൻ്റെ 6ാമത് വാർഷിക സ്മരണയിലാണ് രാജ്യമുള്ളത്. രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കേറ്റ ആ കറുത്ത പൊട്ടിനെ വളരെ വേദനയോടുകൂടിയാണ് രാജ്യം ഓർക്കുന്നത്. കശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിൻ്റെ വായടപ്പിച്ച് പുൽവാമ ആക്രമണം ഒളിപ്പിച്ചു വെച്ചത് എന്തിനെന്നൊരു ചോദ്യം എല്ലാ വർഷവും ഇതിനോടൊപ്പം തന്നെ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, 2019 ഫെബ്രുവരി 14 ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ലത്പരോ പുൽവാമയിൽ വെച്ച് ജെയ്ഷെ മുഹമ്മദ് ചാവേർ സ്ഫോടക വസ്തു നിറച്ച കാർ CRPF വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ച് കയറ്റിയതിനെ തുടർന്നാണ് 40 ജവാന്മാർ കൊല്ലപ്പെട്ടത്. ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു തിരിച്ചടിച്ചു. പക്ഷെ അതൊന്നും ഈ 40 ജവാന്മാരുടെ ജീവന് തുല്യമാകില്ല. ഈ ദിവസത്തിൻ്റെ ആഗോള പ്രാധാന്യവും ഇന്ത്യയുടെ കൂട്ടായ ദുഃഖവും തമ്മിലുള്ളൊരു വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJPയുടെ നേതാവ് അഗ്നിമിത്ര പോൾ അതിനെ അനുസ്മരിച്ചത്. ഇന്ന് ലോകം വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് ഈ ദിവസം ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമായി നിലനിൽക്കും. ഈ ദിവസം തന്നെയാണ് ജമ്മു കാശ്മീരിൽ മാതൃരാജ്യത്തിന് വേണ്ടി പരമോന്നത ത്യാഗം സഹിച്ച് നമ്മുടെ 40ഓളം ധീരസൈനികരുടെ ജീവൻ അപഹരിച്ചൊരു ക്രൂരമായ ആക്രമണം നടന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച നമ്മുടെ ധീരജവാന്മാർക്ക് എൻ്റെ ഹൃദയാംഗമായ അഭിവാദ്യം, എളിയ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. അതേസമയം ഈ സംഭവത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളിൽ എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ ഇന്നലെയും പലതും കണ്ടു. അതിലേറ്റവും ശ്രദ്ധേയമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഉദയ് ഭാനു ചീബ് BJP സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചിലത് ചോദിച്ചിരിക്കുന്നത്. ആ 300 കിലോഗ്രാം RDX എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. 300 കിലോഗ്രാം RDX ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കി 40 ജീവൻ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് വിടുന്നവർക്ക് കിട്ടി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ചോദ്യം. ആക്രമണത്തിന് ശേഷം നരേന്ദ്രമോദി ജമ്മു കാശ്മീർ ഗവർണറെ നിശബ്ദനാക്കി ഭീഷണിപ്പെടുത്തിയത് എന്തിനാണ് എന്നുകൂടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ചോദിക്കുന്നു. കൊല്ലപ്പെട്ട CRPF സൈനികരുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യത്തിന് മുഴുവനായും ഇതാരുടെ കാരണത്താലാണ് സംഭവിച്ചത് എന്നറിയാൻ അവകാശമുണ്ട്. ഉത്തരവാദിത്തമാണ് ഇതിലുള്ളത്. ആരുടെ ഉത്തരവാദിത്തമാണ് ഇതിലുള്ളത് എന്നുള്ള ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ഇന്നലെയും കോടിക്കണക്കിന് ജനങ്ങൾ അറിയാൻ ചോദിച്ചിരിക്കുന്നത്. അത് വലിയ ചോദ്യം തന്നെയായി ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഒരിക്കലും മറക്കരുത്, ഒരിക്കലും ക്ഷമിക്കരുത്. CRPFന് അവരുടെ വാഹനവ്യൂഹം കൊണ്ടുപോകാൻ ആഭ്യന്തര മന്ത്രാലയം 5 വിമാനങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ, വെറും 5 വിമാനങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ നമ്മുടെ 40 സൈനികർ വീരമൃത്യു വരിക്കില്ലായിരുന്നു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോഴും ഈ പുൽവാമ ആക്രമണം നമ്മൾ വേദനയോടെ ഓർക്കുമ്പോഴും അതിലെ ചില സംശയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഏതായാലും വീണ്ടും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ സംശയിക്കാൻ പാകത്തിൽ ജനങ്ങൾ എന്തെങ്കിലും സംശയം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ സംശയം തീർത്തു നൽകേണ്ടതും BJPയുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ആ ധീരജവാന്മാരെ ഓർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സംശയവും ഈ രാജ്യത്ത് ബാക്കിയാവുകയാണ്. അത് BJPക്ക് ഒരിക്കലും ഭാവിയിൽ നല്ലതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്.